13 വാക്യം നിങ്ങൾ നോക്കിയേ. നിങ്ങൾക്കൊക്കെ വളരെ സൗകര്യം തന്നുകൊണ്ട് ഞാൻ തന്നെ വായിക്കുന്നു, പ്രസംഗിക്കുന്നു. ഇത്ര നല്ലൊരു അവസരം ആർക്ക് കിട്ടും? അതുകൊണ്ട് ബൈബിൾ ഒന്ന് നോക്കിയാൽ മതി. ഈ വിളിക്കപ്പെട്ടവരുടെ ഒന്നാമത്തെ പ്രത്യേകത 3 വാക്യം. 3 മണി നേരത്തും പുറപ്പെട്ടു, മറ്റ് ചിലർ ചന്തയിൽ മിനക്കെട്ടു നിൽക്കുന്നത് കണ്ടു. ഈ മുന്തിരിത്തോട്ടത്തിലേക്ക് വിളിക്കപ്പെട്ടവരെ സംബന്ധിച്ചുള്ള വിവരണങ്ങളാണ് ഈ വേദഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ വിളിക്കപ്പെട്ടവരെ സംബന്ധിച്ചുള്ള വിവരണങ്ങളിൽ വളരെ പ്രധാനമായും 3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഇവർ ചന്തയിൽ നിന്നവരായിരുന്നു. ചന്ത ഇവിടൊക്കെ പറയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആലപ്പുഴ ജില്ലക്കാരനാണ്. സാംസ്കാരിക, സാഹിത്യ, രാഷ്ട്രീയ, ആത്മീയ മണ്ഡലങ്ങളിൽ ശോഭിക്കുന്ന പലരും ആലപ്പുഴ ജില്ലയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അല്ല, പരിശോധിച്ചു നോക്കി. അതിലൊരു സ്ഥലമാണ് ഈ തലവടി. അവിടെയാണ് ഞാൻ ജനിച്ചു വളർന്നത്. അവിടെയൊക്കെ അത്ര കണ്ട് ദേഷ്യം വരുമ്പോ, ഒരാളിന്റെ പ്രവൃത്തി ഇഷ്ടമില്ലാതെ വരുമ്പോൾ, സംസ്കാര ശൂന്യനായിട്ട് ഇടപെടുമ്പോൾ അവിടുത്തുകാര് വിളിക്കുന്നൊരു പേരുണ്ട്. പതുക്കെ പറയാം, പുറത്തു പോയി പറയണ്ട. അവനൊരു ചന്തയാ, അവനോട് ഇടപെടണ്ട. ഞാന് എന്റെ ജന്മസ്ഥലത്ത് ഒരിക്കൽ കൂടെ താമസിക്കണമെന്ന് കരുതി 1999 എടത്തുവായിൽ പോയി 1 വർഷം താമസിച്ചു. അന്ന് കർത്താവിന്റെ ദാസൻ ഇവിടെ ഇരിക്കുന്ന അനിയം വർഗീസ് അവറുകളോട് ചേർന്ന് ആ സ്ഥലങ്ങളിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. എന്റെ മകൾ പഠിക്കുന്ന ആ വിദ്യാലയത്തിലേക്ക് അവളെ ഞാനൊരു മോട്ടോർ ബൈക്കിൽ കൊണ്ടുപോകുമ്പോൾ, എടത്തുവാ പള്ളിക്ക് സമീപമാണ് ഈ സ്കൂള്, അതിന്റെ പുറകിലാണ് അവിടുത്തെ ITC-യിലെ പിള്ളേരുടെ യൂണിഫോം എന്ന് പറയുന്നത് കറുത്ത പാൻസും കാക്കി പാൻസും കാക്കി ഷർട്ടുമാണ്. അപ്പോൾ ഇവന്മാര്, നമുക്കൊക്കെ അറിയാം, ഈ പിള്ളേര് വരുന്ന സമയം നോക്കി ഈ പാലത്തിന്റെ സൈഡിൽ ഇങ്ങനെ നിൽക്കും. വെറുതെ നിൽക്കുന്നേ ഉള്ളൂ, കൂട്ടത്തിൽ പിള്ളേരെയും കാണാം. ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഞാൻ ഈ ബൈക്കുമായിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരു ചെറുക്കൻ പുറം തിരിഞ്ഞു നിൽക്കുക. ഉള്ളതായി പിള്ള പറയുന്നത്, ഈ ചോക്ക് കൊണ്ട് ആരോ ഇവന്റെ ഷർട്ടിന്റെ പുറത്ത് ചന്ത എന്ന് എഴുതി വെച്ചിരിക്കുക. എനിക്കിത് കണ്ടപ്പോൾ ഒരു വിഷമം. ഞാൻ അവനോട് ബൈക്ക് നിർത്തിയിട്ട് ഇങ്ങനെ പറഞ്ഞു, എടാ മോനെ, ആരോ നിന്റെ ഷർട്ടിന്റെ പുറകിൽ ചോക്ക് കൊണ്ട് ചന്ത എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് കേട്ട് അവന്റെ സുഹൃത്ത് എന്നാ പറഞ്ഞെന്നറിയാമോ? അത് അവിടെ ഇരിക്കട്ടെ സാറേ, അത് അവൻ അങ്ങനെ തന്നെയാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓർപ്പിച്ചത്, ചന്ത എന്നുള്ളത് ഈ രാത്രി ഞാൻ ഇങ്ങനെ പറയട്ടെ, പലരും അവഗണിക്കുന്ന സ്ഥലമാണ്. ഇന്ന് രാത്രിയില് ഈ വീട്ടുടയവന്റെ വിളി കേട്ടു മുന്തിരിത്തോട്ടത്തിലേക്ക് വന്ന് വേലക്കാരിൽ ഒരു കൂട്ടരെന്ന് പറയുന്നത് അവഗണിക്കപ്പെട്ടവരായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അവഗണിക്കപ്പെട്ടവരെ ആദരിക്കുന്ന ഒരു ക്രിസ്തുവിനെയാണ് ഇന്ന് രാത്രിയിൽ ഇവിടെ ഉയർത്തുന്നത്. അനാദരിക്കപ്പെടുന്നവരെ ആദരിക്കുന്ന ഒരു ക്രിസ്തുവിനെയാണ് ഇവിടെ ഉയർത്തുന്നത്. ഞാന് ഇങ്ങനെയൊന്ന് പറയട്ടെ, ഞാൻ രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കന്മാരെയൊക്കെ ഒരുപാട് ബഹുമാനിക്കുന്നവരാ. അവരുടെ എഴുതിയ പുസ്തകങ്ങളൊക്കെ എന്റെ കയ്യിലുണ്ട്, ഞാൻ വായിക്കാറുണ്ട്. നമ്മുടെയൊക്കെ നാട്ടിൽ നേതാക്കന്മാരൊക്കെ പ്രസംഗിക്കാൻ വന്നാൽ വാഹനത്തിൽ ഒരു മൈക്കും ഒക്കെ കടിപ്പിച്ചിങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ട് പോകും. മിക്കവാറും കേൾക്കുന്ന ശബ്ദം എന്താണെന്നറിയാമോ? ഇത്രാം തീയതി ഇന്ന സമയത്ത് ഈ ഇന്ന കവലയിൽ നമ്മുടെ നാടിന്റെ പൊന്നോമന പുത്രൻ ആരെങ്കിലും പേര് പറഞ്ഞിട്ട് പ്രസംഗിക്കുന്നതാണ്. അടുത്ത വാചകം എന്താ പറയുന്നറിയാമോ? ഈ നാട്ടിലെ നല്ലവരായ ആൾക്കാരെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇവരുടെയൊക്കെ വാക്കിൽ എന്താ കേൾക്കുന്നത്? നല്ലവരായ ആൾക്കാര്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, യേശു പറഞ്ഞത് അങ്ങനെയല്ല. ഞാൻ നീതിമാന്മാരെയല്ല, പാപികളെ അത്രേ മാനസാന്തരത്തിനായി വിളിപ്പാൻ വന്നത്. ഈ പന്തലിന്റെ കീഴിൽ ഇവിടെ ഇരിക്കുന്നവരിൽ മറ്റുള്ളവരാൽ അവഗണിക്കപ്പെടുന്നവര് ഈ വാക്കുകളെ കേൾക്കുന്നുണ്ട്. മറ്റുള്ളവരാൽ അനാദരിക്കപ്പെടുന്നവര് ഈ വാക്കുകളെ കേൾക്കുന്നുണ്ട്. ഒരുപക്ഷെ പല പ്രാവശ്യം ചിന്തിച്ചു കാണും, ഞാൻ എന്തിനിങ്ങനെ ഒറ്റപ്പെട്ട് ജീവിക്കണം, ഞാൻ എന്തിനിങ്ങനെ ജീവിക്കണം, ചത്താൽ മതി എന്ന് പലവട്ടം ചിന്തിച്ചിട്ടുണ്ട്.
എന്നാൽ അങ്ങനെ നിരാശയുടെ നീർച്ചുഴിയിലകപ്പെട്ടിരിക്കുന്ന ജീവനങ്ങളോട് ഒരു ദൈവദാസൻ എന്ന നിലയിൽ ഈ തുറക്കപ്പെട്ട വചനത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യക്തമായി തോൽപ്പിക്കട്ടെ. നിന്നെ ആരെല്ലാം അവഗണിച്ചാലും നിന്നെ ആദരിക്കുന്ന ഒരു ക്രിസ്തു ഇന്നു രാത്രിയിൽ അവിടുത്തെ വാഗ്ദത്ത പ്രകാരം നമ്മുടെ മധ്യേ വന്നിട്ടുണ്ട്. അവൻ അനാദരിക്കപ്പെടുന്നവരെ ആദരിക്കുന്നവനാണ്. ഈ വേലക്കാരെ സംബന്ധിച്ച് രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് 6-ാം വാക്യമാണ്. 11-ാം മണി നേരത്തും ചെന്ന് മറ്റ് ചിലർ മിനക്കെട്ട് നിൽക്കുന്നത് കണ്ടു. മിനക്കെട്ട്. അപ്പോൾ ഈ രണ്ടാമത്തെ കൂട്ടര് മെനക്കേടുകാര്. എന്റെ ഓർമ്മ ശരിയാണോ എന്ന് അറിഞ്ഞുകൂടാ, തെറ്റുണ്ട് ക്ഷമിക്കണം. ഞാൻ ഈ ചുഴന എന്ന് പറയുന്ന സ്ഥലത്ത്, ഭൂമിശാസ്ത്രത്തിൽ ഉള്ളതാ, വെണ്ണിക്കുളത്തിനപ്പുറേ, ആ ചുഴന എന്ന സ്ഥലത്ത് പ്രവർത്തിക്കുന്ന സമയത്ത് വടക്കേ പുല്ലാട്ടിലും തെക്കേ പുല്ലാട്ടിലും ഒക്കെ കവലയിൽ നിന്നുകൊണ്ട് പ്രസംഗിച്ചിട്ടുണ്ട്. എന്റെ ഏറ്റവും അടുത്തുള്ള വീടുകളൊക്കെ അവിടെ ഉണ്ട്. അവിടെ ബൈബിൾ ക്ലാസ് ഒക്കെ നടത്താറുണ്ട്. എന്നാൽ എന്റെ ഓർമ്മ അങ്ങനെയാണ്. ഇല്ലെങ്കിൽ ഒന്ന് തിരുത്തി പിന്നീട്, ഇപ്പൊ തിരുത്താൻ പോകണ്ട, യോഗം കഴിഞ്ഞിട്ട് പുല്ലാട്ട് നിന്ന് കുറിയന്നൂർക്ക്, വടക്കേ പുല്ലാട്ട് നിന്ന് കുറിയന്നൂർക്ക് പോകുമ്പോൾ അവിടെ ഒരു സ്ഥലമുണ്ട്. പല പേരിലാണ് അത് അറിയപ്പെടുന്നത്. ഒരു പേര് മിനക്കേടുമുക്ക്. ഇപ്പോഴും ആ പേരാണോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. മിനക്കേടുമുക്ക്. എന്താ ഈ മിനക്കേടെന്ന് പറഞ്ഞാൽ? ലക്ഷ്യമില്ലാത്ത പോക്ക്. നമുക്കറിയാം, ചിലര് കവലയിൽ ഇരിക്കുന്നത് കാണുമ്പോൾ ചോദിക്കുക, എന്താ അച്ഛാ ഇവിടെ ഇരിക്കുന്നത്? മറുപടി, ഓ ചുമ്മാ ഇരിക്കുന്നേ ഉള്ളൂ. കവലയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ, അച്ഛൻ എവിടെ പോയതാ? കവല വരെ പോയതാ. ആ എന്നാ കാര്യം? ചുമ്മാ നിന്നേ ഉള്ളൂ. ചിലർ ഈ കാലങ്ങളിൽ മൊബൈലിലൊക്കെ 50 പൈസ 20 പൈസയൊക്കെ ഉള്ളോട് ചുമ്മാ വിളിച്ചുകൊണ്ടിരിക്കുക. എന്നാ വിളിച്ചതിന്റെ കാരണം പറ. ഓ ചുമ്മാ വിളിച്ചതാ. ഒന്നും ലക്ഷ്യമില്ല. ഇന്ന് രാത്രിയിലൊന്ന് മനസ്സിലാക്കണം, മെനക്കെടുക എന്ന് പറഞ്ഞാൽ ലക്ഷ്യമില്ല. ഇന്ന് രാത്രിയിൽ ഓർപ്പിക്കട്ടെ, ലക്ഷ്യമില്ലാതെ മെനക്കെട്ടു നിൽക്കുന്നവരെയാണ് ഈ മുന്തിരിത്തോട്ടത്തിലേക്ക് വീട്ടുടയവൻ വിളിച്ചത്. അതുകൊണ്ട് വിളിക്കപ്പെട്ടവരെ കുറിച്ച് രണ്ടാമത് പറയുന്നത് ലക്ഷ്യമില്ലാത്തവര്. ഈ രാത്രി ചിലരോടൊക്കെ ഞങ്ങൾ ചോദിക്കും, ഇവിടെ നിന്നും മാറ്റപ്പെട്ടാൽ എവിടെ പോകും? മറുപടി എന്താ? ആർക്കറിയാം. ഇന്ന് രാത്രിയിൽ അങ്ങനെ പറയുന്നവർ ഇവിടെ ഇരിപ്പുണ്ടോ? എന്നോട് ചോദിക്ക്. ഇത് പ്രശംസയോ അഹങ്കാരമോ ഒന്നുമല്ല. എന്നോട് ഇന്ന് രാത്രി ചോദിക്ക്, ഉപദേശിയെ, ഇന്ന് രാത്രി മരണം പിടികൂടിയാൽ എവിടെയായിരിക്കും? ഈ രാത്രി വ്യക്തമായി പറയട്ടെ, ഞാനിവിടെ വീണു മരിച്ചാൽ എന്റെ ആത്മാവ് ഇമ്പങ്ങളുടെ പ്രദേശം ക്രിസ്തുവിനോടൊരുമിച്ച് ശുദ്ധന്മാരുടെ ആത്മാക്കളോടുകൂടെ സ്വർഗത്തിൽ ജീവിക്കും. എന്താ കാര്യം? എനിക്കൊരു ലക്ഷ്യബോധമുണ്ട്. ലക്ഷ്യം തന്ന ക്രിസ്തു എന്റെ ജീവിതത്തിൽ വന്നു. ഞാൻ രക്ഷിക്കപ്പെട്ടു, ദൈവകൃപയിലേക്ക് വന്നു. ഈ രാത്രി ലക്ഷ്യബോധമില്ലാതിരിക്കുന്ന ആരെങ്കിലും ഈ വാക്കുകളെ കേൾക്കുന്നെങ്കിൽ, എന്റെ വാത്സല്യ സഹോദരങ്ങളെ, സഹോദരികളെ, നിങ്ങൾക്ക് ലക്ഷ്യബോധം തരുവാൻ, മരണത്തിനപ്പുറം മറുകരയിൽ ദൈവത്തോടുകൂടെ നിങ്ങളെ ആക്കുവാൻ ഈ വീട്ടുടയവൻ ആഗ്രഹിക്കുന്നുണ്ട്. ലക്ഷ്യബോധമില്ലാത്തവർക്ക് അർത്ഥവും ലക്ഷ്യവും കൊടുക്കുന്നവനാണ് ഈ വീട്ടുടയവൻ, ഈ ദൈവം, ഈ ക്രിസ്തു. മൂന്നാമത് വിളിക്കപ്പെട്ടവരെ കുറിച്ച് അവിടെ പറയുന്നത്, എഴുതിയിരിക്കുന്നത് അതിന്റെ 7-ാമത്തെ വാക്യം. 7-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്, ഞങ്ങളെ ആരും കൂലിക്ക് വിളിക്കായിക കൊണ്ടത്രേ. വിളിക്കപ്പെട്ടവരെ സംബന്ധിച്ച് മൂന്നാമത് പറയുന്നത്, ഞങ്ങളെ ആരും വിളിക്കുന്നില്ല എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഞങ്ങളെ ആർക്കും വേണ്ട എന്ന് പറഞ്ഞാൽ ആർക്കും വേണ്ടാത്ത ഒരു കൂട്ടം. ഈ രാത്രി അങ്ങനെയുള്ളവരിവിടെ വന്നിട്ടുണ്ടോ? ആർക്കും വേണ്ടാത്തവരിവിടെ ഇരിപ്പുണ്ടോ? ഭർത്താവിന് വേണ്ടാത്തവർ, ഭാര്യയ്ക്ക് വേണ്ടാത്തവർ, മക്കൾക്ക് വേണ്ടാത്തവർ, മാതാപിതാക്കൾക്ക് വേണ്ടാത്തവർ, അയൽവാസികൾക്ക് വേണ്ടാത്തവർ, ആർക്കും വേണ്ടാത്ത ആരെങ്കിലുമൊക്കെ ഇന്ന് രാത്രിയിൽ ഇവിടെ ഇരിപ്പുണ്ടോ? ഞാൻ അവരോട് പറയട്ടെ, ആർക്കും വേണ്ടാത്തവര് ഇന്നു രാത്രിയിൽ യേശുവിന് വേണം. യേശുവിന് വേണം. അങ്ങനെയാ നമ്മളൊക്കെ ഈ രംഗത്ത് വന്നത്. അതുകൊണ്ടാണല്ലോ നമ്മളിങ്ങനെ പാടും. സമയം പരിമിതം, എങ്കിലും സന്തോഷം വന്നാൽ എനിക്ക് പാടാതിരിക്കാൻ പറ്റുകയില്ല. ലക്ഷ്യബോധമില്ലാതെ അനാദരിക്കപ്പെട്ട് ആർക്കും വേണ്ടാതെ കിടന്നിരുന്ന ദൈവജനത്തെ, പ്രിയപ്പെട്ടവരെ,
നമ്മെ അനുഗ്രഹീതമായ ദൈവസഭയിലേക്കും അതിന്റെ സന്തോഷത്തിന്റെ അനുഭവത്തിലേക്കും നമ്മെ കൊണ്ടുവരുവാൻ നാം അപ്രാപ്തരാണ്, അയോഗ്യരാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ ഇങ്ങനെ പാടുന്നത്. ചേർന്നത് പാടിയാട്ട്. ഇത്ര മഹത്വമുള്ള പാദാവിയെ ഇപ്പുഴുക്കൾക്കാരുള, ഇത്ര മഹത്വമുള്ള പാദാവിയെ ഇപ്പുഴുക്കൾക്കാരുള, പാത്രത ഏതുമില്ല നിന്റെ കൃപ എത്ര വിചിത്രമാകോ, പാത്രത ഏതുമില്ല നിന്റെ കൃപ എത്ര വിചിത്രമാകോ. ഈ രാത്രിയിൽ നമ്മുടെ ബലം കുറയുമ്പോൾ, നമുക്ക് ക്ഷീണം വരുമ്പോൾ, നമ്മുടെ ഗ്ലാമർ കുറയുമ്പോൾ ഈ ലോകമൊക്കെ നമ്മളെ തള്ളിക്കളയും. അപ്പോഴും തള്ളാത്തവനായി എന്റെ അടുക്കൽ വരുന്നവരെ ഞാൻ ഒരു പ്രകാരത്തിലും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ലെന്ന് പറഞ്ഞ് ആ കർത്താവ് ഇന്ന് രാത്രിയിലും അവഗണിക്കപ്പെടുന്നവരെയും ലക്ഷ്യബോധമില്ലാത്തവരെയും ആർക്കും വേണ്ടാത്തവരെയും തന്റെ അടുക്കലേക്ക് വിളിക്കുകയാണ്. ആരിന്ന് രാത്രിയിൽ അവന്റെ അടുക്കലേക്ക് വരും? നിർത്തട്ടെ, എന്റെ സമയമായില്ല. ഞാനിപ്പോൾ ബ്രേക്ക് പിടിക്കാൻ തുടങ്ങി. ഇനിയും അടുത്തത്, ഇങ്ങനെയുള്ളവരെ മുന്തിരിത്തോട്ടത്തിലേക്ക് കൊണ്ടുവന്നു. എന്തിനാ കൊണ്ടുവന്നത്? അവിടെ പല ആവർത്തി എഴുതിയിട്ടുണ്ട്, നിങ്ങളും പോയി മുന്തിരിത്തോട്ടത്തിൽ വേല ചെയ്യുവീൻ. അപ്പോൾ ആർക്കും വേണ്ടാത്തവരും അനാദരിക്കപ്പെട്ടവരും ലക്ഷ്യബോധമില്ലാത്തവരുമായിരുന്ന ജനത്തെ കർത്താവ് വിളിച്ചു വേർതിരിച്ച് ദൈവസഭയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവന്നത് അവിടെ വേല ചെയ്യാൻ. ഇവിടെ ഇരിക്കുന്ന വിശ്വാസികളോട് ഞാൻ പറയട്ടെ, നമുക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട്. നമുക്കിവിടെ വേലയുണ്ട്. ആർക്കാ വേലയില്ലാത്തത്? സകല വിശുദ്ധന്മാർക്കും വേലയുണ്ട്. ദൈവസഭയിൽ വേലയുണ്ട്. കർത്താവിന്റെ വേലയ്ക്ക് ചുമൽ കൊടുക്കേണ്ടവരാണ്. നെഹെമ്യാവിന്റെ പുസ്തകത്തിൽ നാം വായിക്കുമ്പോൾ മതിൽപ്പണിയില് സ്ത്രീകളും പുരുഷന്മാരും ഏർപ്പെട്ടതായി വായിക്കുന്നു. സമാഗമന കൂടാരത്തിന്റെ പണിക്ക് സ്ത്രീകളും പുരുഷന്മാരും ഏർപ്പെട്ടതായി വായിക്കുന്നു. ദൈവസഭയുടെ കെട്ടുപണിക്ക് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേദപുസ്തകം അനുവദിക്കുന്ന പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് അതിനുള്ള വേലയുണ്ട്. വേല ചെയ്യുന്നുണ്ടോ? 2010 നിമിഷങ്ങൾ പ്രിയപ്പെട്ടവരെ വ്യർത്ഥമായി തീർന്നിട്ടുണ്ടെങ്കിൽ 2011 സന്ധ്യാസമയത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ നമ്മോട് സംസാരിക്കുമ്പോൾ നമ്മുടെ കുറവുകൾ കണ്ടുണർന്ന്